ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇവിടെ ഇപ്പോൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ഉപജില്ലാ കലോത്സവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ബോയ്സിലാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 10-11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവിടെ മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കലോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയാണുള്ളത്. അപ്പോൾ ജസ്റ്റ് പ്രോഗ്രാംസൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞിന്റെ ജീവനല്ലേ തിരികെ തരുവാനാകുമോ നിങ്ങളുടെ ഭക്തിക്കും കാളിക്കും മകളെ ചലനാഥം ജീവിതമമ്മേ നിന്നാമമില്ലാത്ത പോലെയല്ലേ രജിസ്റ്റർ നമ്പർ 2438 87 40 എന്ന് മനസ്സിലാക്കി. And for number 56, second place goes to for number 90 and first place goes to for number 54. പെട്ടിന്റെ നെഞ്ചിലെ കളിവിളക്കായി മാറി കരിങ്കൽ വിളക്കിലെ ഇരുമാളങ്ങൾ പോരാ അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടത് കൊല്ലം ഉപജില്ലാ കലോത്സവത്തിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇന്നലെയായിരുന്നു ആ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയതാണ്. അങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വിചാരിച്ചൊന്നും പോയതല്ല. കലോത്സവം നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു, എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെമ്മറീസും ഒരുപാട് നൊസ്റ്റാൾജിയാണ്. ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ വോയിസ് ഓവറായിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് എൻ്റെ ഈ കലോത്സവത്തിൻ്റെ ജേണി ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥാനമാണ് എൻ്റെ ലൈഫിൽ കലോത്സവത്തിനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വർഷത്തെ ഒരു ജേണിയാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് കേരള സ്കൂൾ കലോത്സവത്തിൽ ഞാൻ ചേരുന്നത്. അപ്പോൾ അന്ന് ആ ടൈമിലൊക്കെ ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വലി 8 ഐറ്റത്തിന് പങ്കെടുക്കാമായിരുന്നു. 5 സിംഗിളും 3 ഗ്രൂപ്പ് ഐറ്റവും അങ്ങനെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പാട്ടും ഡാൻസും ബാക്കി എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ചേരുമായിരുന്നു. 8 ഐറ്റം തയ്ക്കണമല്ലോ, അങ്ങനെ എല്ലാത്തിനും ചേരുമായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഡാൻസിനാണ് ഇറങ്ങുന്നത്. അതും നാടോടി നൃത്തത്തിനാണ് ഫസ്റ്റ് പങ്കെടുക്കുന്നത്. എനിക്ക് അതിൻ്റെയൊക്കെ ചെറിയ മെമ്മറീസ് ഉണ്ട്. എവിടെയൊക്കെയോ ഒരു ഏത് സ്കൂളാണെന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനന്ന് വെളിയം ഉപജില്ലയിലായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നാടോടി നൃത്തത്തിന് എനിക്കന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് മത്സരിച്ചിട്ട്, അതായത് LP കാറ്റഗറിയിൽ മത്സരിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ജഡ്ജ്മെൻ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ കൊച്ചുകുട്ടി ഇത്രയും എക്സ്പ്രഷൻ എങ്ങനെയാണ് ഈ ഫേസിൽ കൊണ്ടുവരുന്നത്. അത്രത്തോളം ജഡ്ജസ് ഭയങ്കര രീതിയിൽ കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല, എന്നാലും ചെറിയ ചെറിയ ഓർമ്മയുണ്ട്. എല്ലാവരും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ തന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടും കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. അതും ഡാൻസിനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഭരതനാട്യത്തിനുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു അങ്ങനെ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് സോങ്, അങ്ങനെ പോവും. അപ്പോൾ ടോട്ടലി 8 ഐറ്റത്തിന് നമ്മൾ എങ്ങനെ പോയാലും പങ്കെടുക്കും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ 8 ഐറ്റം ചുരുക്കിയിട്ട് 5 ഐറ്റം ആക്കി, അതായത് 3 സിംഗിളും 2 ഗ്രൂപ്പും എന്നുള്ള രീതിയിലാക്കി ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഡാൻസ് ഐറ്റം ഒക്കെ കട്ടാവാൻ തുടങ്ങി. കാരണം പാട്ടിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാൻസ് ഐറ്റം ഒക്കെ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, പിന്നെ വന്നിട്ടുള്ളത് മോണോ ആക്റ്റാണ്. അപ്പോൾ പാട്ട് പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിരുന്നു മോണോ ആക്ട്.
അങ്ങനെ മോണോ ആക്ട് ആഡായി. അങ്ങനെ അതായിരുന്നു പിന്നെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ് ഒന്നും പറ്റത്തില്ലായിരുന്നു, കാരണം അത്ര ഏറ്റേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ആ ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എൻ്റെ ആ ഒരു ജേർണി എന്നുള്ളതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചീത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മൾ എന്താ പറയുക, ഒരുപാട് ആൾക്കാരുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ശത്രുക്കളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ വരുന്ന സമയത്തെ ആൾക്കാർ പ്രാകുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് അത്രയേ ഉള്ളൂ. കാരണം സ്കൂളുകൾ തമ്മിലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ന സ്കൂളുകാരെ മറ്റേ സ്കൂളുകാർക്ക് കണ്ടുകൂടാ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു തമാശ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ടൈമിൽ ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഡാൻസ് മാറിയപ്പോഴേക്കും പിന്നെ എനിക്ക് കൺഫേം ആയിട്ടും പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതഗാനം, അതുപോലെ തന്നെ മോണോ ആക്ട്, ശാസ്ത്രീയ സംഗീതം, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മളെല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. കാരണം ഈ ന്യൂസൊക്കെ വരുമല്ലോ, മീഡിയ ഒക്കെ ഭയങ്കര കവറേജാണ്. അപ്പോഴേക്കും ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. മാത്രമല്ല അത് പാരലി എനിക്ക് മാജിക്കും സമയത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ അറിയാം ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ അറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ആ ഒരു ഫെയിം, അങ്ങനെ കുറേ കാര്യങ്ങൾ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഈ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് കിട്ടുന്നുണ്ട്, മീഡിയ കവറേജ്, എപ്പോഴും പത്രത്തിൽ ഫോട്ടോ, അങ്ങനെയൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരിൽ തന്നെ ലൈക്ക് ഇങ്ങനൊരു സംഭവം വന്നു തുടങ്ങി. കാരണം ലളിതഗാനാണോ, അപ്പോൾ ഇന്ന കുട്ടിക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും ബെസ്റ്റായിട്ട് ഓരോ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അതുപോലെ. അപ്പോൾ ഇന്നാളെ കാണുമ്പോൾ ഇന്നാൾക്ക് പ്രൈസ് ഉണ്ടാവും, വേറെ പ്രത്യേകിച്ച് അതിനകത്ത് പറയാനൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ടാഗ് ലൈനൊക്കെ മാറി. അപ്പോൾ അത്രയും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പ്രൈസിനായിട്ടും. സ്കൂളുകാരൊക്കെയാലും അത്രയും പ്രതീക്ഷയോടെയാണ് നമ്മളെ എല്ലാത്തിനും കൊണ്ടുപോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോകുന്നത്, ഹൈസ്കൂൾ ലെവലിലേക്ക് പോകുന്നത്. കുറച്ചുകൂടി വലുതായി, അപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വർഷമായിരുന്നു ആ 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അന്നത്തെ സ്റ്റേറ്റ് കലോത്സവം നടന്നത് തൃശ്ശൂരായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ലളിതഗാനത്തിനാണ് പോകുന്നത്. ഉപജില്ലയിൽ നിന്ന് പ്രൈസ് കിട്ടി, ജില്ലയിൽ നിന്ന് പ്രൈസ് കിട്ടി, നേരെ സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ചെറുതാണ്. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിലുള്ളവരൊക്കെയാണ് മത്സരിക്കുന്നത്. 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലുള്ളവരൊക്കെയാണ്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലുള്ളത് ഞാനോ പിന്നെ വേറെ 1-2 പാർട്ടിസിപ്പൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും മുതിർന്ന കുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. സമ്മാനം കിട്ടും അങ്ങനൊന്നുമില്ല, നന്നായിട്ട് പാടുക എന്നുള്ളൊരു ഒറ്റ കാര്യമായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേറ്റിൽ എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 4ാം സ്ഥാനം എന്തുണ്ടായിരുന്നു ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോയ ആ സമയത്ത് തന്നെ. അപ്പോൾ സ്റ്റേറ്റിൽ എ ഗ്രേഡ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു നിലവാരം പുലർത്തുന്നതുകൊണ്ടാണ് എ ഗ്രേഡ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പോയിട്ട് എ ഗ്രേഡ് കിട്ടി. അതും ഒരു 4ാം സ്ഥാനം എ ഗ്രേഡുണ്ട്. ആ ഒരു പൊസിഷനിൽ എ ഗ്രേഡ് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ സ്റ്റാർട്ടായി. പിന്നെ എല്ലാ വർഷവും സ്റ്റേറ്റിൽ പോകണം, സ്റ്റേറ്റിൽ പങ്കെടുക്കണം, സ്റ്റേറ്റിൽ ഏതെങ്കിലും സ്ഥാനം മേടിക്കണം എന്നുള്ളൊരു ചിന്തയായി മാറി. കാരണം അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് പല ആൾക്കാരും സ്റ്റേറ്റിൽ പോയി. കാരണം കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അത്രയും സപ്പോർട്ടായിട്ടും അത്രയും എൻകറേജ് ചെയ്താണ് സ്കൂളുകാരും എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ 8, 9, 10 ഈ 3 വർഷവും അടിപൊളി വർഷമായിരുന്നു. 9ാം ക്ലാസ്സിൽ ഞാൻ മോണോ ആക്ടിന് സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം മോണോ ആക്ടിൽ സ്റ്റേറ്റ് മോണോ ആക്ട് മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരുപാട് സിനി ആർട്ടിസ്റ്റും ഒക്കെയാണ് നമ്മുടെ ഓഡിയൻസിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ലൈഫിൽ. അതിനും എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു, സ്ഥാനം എനിക്ക് ഓർമ്മയില്ല. അതിനും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും എ ഗ്രേഡും കൊണ്ടേ വരത്തുള്ളൂ, അങ്ങനെ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് 10th പഠിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇയർ. കാരണം അന്ന് എനിക്ക് ആ ടൈമിൽ എനിക്കൊരു 3 ഐറ്റത്തിന് എന്തോ സ്റ്റേറ്റിൽ പോകാൻ പറ്റി. ലളിതഗാനം, ഗസൽ, ആ ഒരു ടൈമിലാണ് ഫസ്റ്റ് ഗസലിൻ്റെ കോമ്പറ്റീഷൻ വരുന്നത്. ഗസലിന് പോകാൻ പറ്റി. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ്ങിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഐറ്റത്തിന് എന്തോ പോയി. എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, 3 ഐറ്റത്തിനും സ്റ്റേറ്റിൽ സ്ഥാനം ഉണ്ടായിരുന്നു. സ്ഥാനം മീൻസ് 3ാം സ്ഥാനം എ ഗ്രേഡ് ഉണ്ടായിരുന്നു, 4ാം സ്ഥാനം എ ഗ്രേഡ് ഉണ്ടായിരുന്നു, 2ാം സ്ഥാനം എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പൊസിഷൻ കിട്ടി, എ ഗ്രേഡ് മേടിക്കാൻ പറ്റി. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇയർ ആയിരുന്നു ആ ഒരു വർഷം എന്നുള്ളത്. അത് കഴിഞ്ഞാണ് +1 +2. അപ്പോൾ ഇതിന് ഹയർ സെക്കൻഡറി ആയി.
+1 +2 ഞാൻ കൊട്ടാരക്കര സബ് ജില്ലയിലായിരുന്നു. കൊട്ടാരക്കര സ്കൂളിലേക്ക് മാറി. അപ്പോൾ 1 തൊട്ട് 10 വരെ ഒരേ ഉപജില്ലയിൽ നിന്നാണ് മത്സരിച്ച് വന്നത്, വെളിയം ഉപജില്ലയിൽ നിന്നാണ് മത്സരിച്ച് വന്നത്. പിന്നെ +1 +2 ആയപ്പോഴേക്കും കൊട്ടാരക്കര ഉപജില്ലയായി. അങ്ങനെ കൊട്ടാരക്കര ഉപജില്ലയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെ അവിടെയും ഇതുപോലെ സെയിം ഐറ്റംസൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഞാൻ മാത്രം എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊക്കെ ഈ ഐറ്റംസൊക്കെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ ഗസലാണെങ്കിലും മോണോ ആക്ട് ആണെങ്കിലും എല്ലാം ഓരോന്നും പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അവർ പഠിപ്പിച്ച് നമ്മളെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യിച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ അത്രമാത്രം പഠിപ്പിച്ചെടുത്തത് അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുക്കന്മാരെയൊക്കെ തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ +1 എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. സ്റ്റേറ്റിൽ എനിക്ക് ഗസലിന് ഫസ്റ്റ് A ഗ്രേഡ് ഉണ്ടായിരുന്നു ഗസലിന്. അതുപോലെ ലളിതഗാനത്തിനും എനിക്ക് തോന്നുന്നു ഏതോ 3rd A ഗ്രേഡോ അങ്ങനെ എന്തോ പൊസിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ബെസ്റ്റ് ഒരു ഇയർ ആയിരുന്നു +1. +2 അതുപോലെ സ്റ്റേറ്റിലും ഒക്കെ തന്നെ സമ്മാനം മേടിക്കാൻ പറ്റി. അങ്ങനെ 1ാം ക്ലാസ് മുതൽ 12th വരെ ശരിക്കും പറഞ്ഞാൽ കലോത്സവം എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കാരണം നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഓഗസ്റ്റ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കലോത്സവത്തിൻ്റെയൊക്കെ ആ ഒരു പ്രാക്ടീസ്, എന്താ പറയുക, ഏതൊക്കെ ഐറ്റം പങ്കെടുക്കണം, ഇതിൻ്റെയൊക്കെ ഒരു ചർച്ച, കാര്യങ്ങൾ ഗ്രൂപ്പായിട്ട് അതൊക്കെ അതിൻ്റെ പ്രാക്ടീസ്, അത് പഠിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങും. കാരണം അപ്പോഴേ ഉപജില്ലയ്ക്ക് പങ്കെടുക്കാനുള്ള പ്രാക്ടീസ്, പിന്നെ അത് കഴിഞ്ഞ് ജില്ലയുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഒരു ജനുവരി കഴിഞ്ഞ് ഒരു ഫെബ്രുവരി ആദ്യമാവും. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റിൽ ഇറങ്ങുന്ന നമ്മൾ ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പോലും, ചില ക്ലാസ്സിലൊന്നും നമുക്ക് കയറാൻ പോലും പറ്റില്ല. കാരണം പ്രാക്ടീസൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ തിരിച്ച് ജനുവരിയിൽ തിരിച്ച് ലാസ്റ്റ് ആകുമ്പോൾ വന്നിട്ടാണ് പിന്നെ ആ വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഫുള്ള് പഠിക്കാതിരിക്കുന്നത്. ആ ഒരു ഫെബ്രുവരി ഒരു മാസം കൊണ്ടാണ് നമ്മളെല്ലാവരും പഠിച്ച് എക്സാം എഴുതുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാൾജിയാണ്. സ്കൂൾ ടൈം എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തുള്ള ഫ്രണ്ട്സ് തമ്മിലുള്ള കാര്യങ്ങളായാലും ശരി, ഇങ്ങനത്തെ കോമ്പറ്റീഷൻ കലോത്സവം സൈഡാണെങ്കിലും ഒക്കെ തന്നെ ആ സമയത്തൊക്കെ നമ്മുടെ ഗ്രോത്തിന് മീഡിയ ആണെങ്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ, ഞാൻ എന്തെങ്കിലും കലോത്സവത്തിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളായാലും സ്കൂളിലെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മീഡിയ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ പേരൻസ്, എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ്. ഞാൻ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു കലോത്സവം ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കലോത്സവം കഴിഞ്ഞ ഒരു 6 വർഷത്തോളം ആവുന്നുണ്ട് +2 കഴിഞ്ഞ്. അപ്പോൾ അത്രയും വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഒരു കലോത്സവം കാണാൻ പോകുന്നത് ഇപ്പം ഇന്നലെയാണ്. അങ്ങനെ കാണാൻ പോയപ്പോഴേക്കും ശരിക്കും നമ്മുടെ ആ ഒരു മെമ്മറീസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി നമുക്ക് അങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ജന്മത്ത് പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ആ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമുള്ള സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള സമയമാണ് ജീവിതത്തിൽ. അത്രയും അച്ചീവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ വലിയൊരു വീഡിയോ ആയിപ്പോയെന്ന് തോന്നുന്നു. എനിക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കലോത്സവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കലോത്സവം ലൈഫ് എന്ന് പറയുന്നത്. എനിക്ക് എത്ര പറഞ്ഞാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രത്തോളം ഞാൻ എക്സൈറ്റഡ് ആവും കലോത്സവത്തിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ പങ്കെടുക്കുന്ന കുട്ടികളിലായാലും ഒരുപാട് ടാലൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്കും നാളെ ഒരു സമയത്ത് ഇങ്ങനെ എന്നെ പോലെ സംസാരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കലോത്സവമാണ്, ഇതിൽ നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വശം മാത്രം എടുക്കുക, അല്ലാതെ നമ്മൾ അതിൽ റിവഞ്ചോ കാര്യങ്ങളോ ഒന്നും മൈൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. കാരണം മത്സരിച്ചിട്ട് പ്രൈസ് കിട്ടാതെ നിരാശയോടെ പോകുന്ന ഒരുപാട് പേരുണ്ട്, അർഹത ഉണ്ടായിട്ടും കിട്ടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ജെനുവിനായിട്ടുള്ള റിസൾട്ട് അല്ല വരുന്നതെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ അറിയാൻ പറ്റും. അതാണ് ഒരു സത്യം. കാരണം എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ച് പ്രൈസൊക്കെ മേടിക്കുന്നവർ അതോടുകൂടി തീരും, അതങ്ങനെയാണ്. കാരണം അവർക്ക് ആ ഒരു ടൈം അവിടം വരെ ഉള്ളൂ അവരുടെ ഗ്രോത്ത്. പക്ഷേ ജെനുവിനായിട്ട് അത്രയും ടാലൻ്റ് ഉള്ളവരെ ചവിട്ടി താക്കുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നമുക്കൊരു ടൈമുണ്ട്, ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും കയറി വരും, അതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രൈസ് കിട്ടാതെ പോകുന്നത് ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചിന്തിച്ച് വിഷമിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും, ഈ വീഡിയോസ് ഇപ്പം മത്സരിക്കുന്നവരാരെങ്കിലും കാണുമെങ്കിൽ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മത്സരിക്കുക. നമുക്ക് വരാനുള്ള ഒരു നല്ല ടൈം എപ്പോഴായാലും വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ കൂടുതലായിട്ട് പറയണില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ ഹോം ടൂർ വീഡിയോ കാണിക്കാം. അപ്പോൾ എൻ്റെ ട്രോഫിയും എൻ്റെ പേപ്പർ കട്ടിങ്സും ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് അല്ല, LKG UKG മുതലുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്, എന്നാലും ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഹോം ടൂർ കാണിക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിപ്പോയി കലോത്സവത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മെമ്മറീസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ കലോത്സവത്തിൽ ഇനി പങ്കെടുക്കാൻ പോകുന്നവർക്കൊക്കെ തന്നെ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യാം, ഡു ബെസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.